ശാന്തി. പാബ്ലോ പിക്കാസോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ചിത്രകാരൻ്റെ അരികിൽ ഒരു പെൺകുട്ടി ഒരു ദിവസം വന്നു. ആ പെൺകുട്ടി ചിത്രകാരനോട് ആവശ്യപ്പെട്ടു, എൻ്റെ ഒരു ചിത്രം നിങ്ങൾ വരച്ചു തരണം. അയാൾ 30 മിനിറ്റിനുള്ളിൽ ജീവൻ തുളുമ്പുന്ന ഒരു ചിത്രം ആ കുട്ടിക്ക് വരച്ചു കൊടുത്തു. സാധാരണ ചിത്രകാരന്മാരൊക്കെ 7 ദിവസം 8 ദിവസമൊക്കെ എടുത്തതിന് ശേഷം വരയ്ക്കുന്ന ചിത്രം 30 മിനിറ്റ് കൊണ്ട് അതേ കുട്ടി ജീവിച്ചിരിക്കുകയാണോ അതിലും തോന്നിപ്പോവും. അത്രത്തോളം ജീവൻ തുളുമ്പുന്നൊരു ചിത്രം വരച്ച് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഇത് കിട്ടിയ കുട്ടി അത്ഭുതം കൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിന് എത്ര പൈസ തരണം? അദ്ദേഹം പറഞ്ഞു, ഇതിന് നീ ചാർജൊന്നും തരേണ്ടതില്ല. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, ഇതിന് എത്രയാവും ചാർജ് തരികയാണെങ്കിൽ എന്ന്. അപ്പോൾ അദ്ദേഹം പറയും, നീ ഇതിന് ചാർജ് തരികയാണെങ്കിൽ $50,000 തരേണ്ടി വരും. അത്രയൊക്കെ ചാർജ് ഉണ്ടോ ഇതൊന്ന് വരച്ച് തരാൻ എന്നായി കുട്ടി. അപ്പോൾ എന്തായാലും ഞാൻ ഈ ചിത്രം ഒന്ന് വരച്ച് പഠിക്കാൻ പോവാണ്, ഈ ചിത്രം വരച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ പൈസ എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ അദ്ദേഹം പറയും, 30 വർഷം നീ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുകയാണ് എങ്കിൽ ഞാൻ നിന്നെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു തരാം. കാരണം 30 വർഷത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഞാൻ നിനക്ക് 30 മിനിറ്റ് കൊണ്ട് ഈ ചിത്രം വരച്ചു തന്നത്. അത് കേട്ട കുട്ടി അത്ഭുതപരതന്ത്രയായിപ്പോയി. കാരണം ഏതൊരു കാര്യത്തിൻ്റെയും സക്സസ് നമ്മൾ നേടുന്നത് നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ്. എത്ര കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും കൂടുതൽ നമുക്ക് സക്സസ് സ്വന്തമാക്കാൻ സാധിക്കും. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അത് നമ്മൾ തിരുത്തേണ്ടതാണ്. പ്രാക്ടീസ് മേക്സ് മാൻ മോർ ബെറ്റർ എന്ന് നമുക്ക് പറയാം. എപ്പോഴാണോ ഞാൻ പെർഫെക്റ്റ് ആയി എന്നൊരു വിചാരം നമ്മുടെ ഉള്ളിൽ വരുന്നത്, നമുക്കിനൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നത്, അതോടുകൂടി നമ്മുടെ വളർച്ച അവിടെ നിൽക്കുകയായി. എന്നും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, എന്നും പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എത്രയും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രയും കൂടുതൽ നമ്മൾ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു കാര്യത്തിനും സമ്മാനം നേടുന്നവരായിക്കോട്ടെ, ഏതൊരു ഫീൽഡിലായിക്കോട്ടെ, റിയാലിറ്റി ഷോകൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ നോക്കിയാൽ അവരും ഒരു ദിവസം കൊണ്ട് വന്ന് പാടുന്നതായിരിക്കില്ല. ഒരുപാട് സമയം നിരന്തരം വീണ്ടും പ്രാക്ടീസ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ടാണ് അവർക്ക് അവിടെ എത്തി ആ ഒരു അന്തിമ നിമിഷത്തിൽ പാടി സമ്മാനം വാങ്ങാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അവരുടെ സ്പോർട്സ്മാൻ എടുത്ത് നോക്കിക്കോട്ടെ. ഒരു സ്പോർട്സ്മാൻ വന്ന് അവരുടെ ആ ഒരു കളികളിൽ ഗെയിമുകളിൽ ഫസ്റ്റ് വാങ്ങണമെങ്കിൽ അത്രയും കാലഘട്ടത്തെ നിരന്തരമായ പ്രാക്ടീസ്, എത്ര കൂടുതൽ നിരന്തരമായി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നോ, തൻ്റെ ഫീൽഡ് എന്താണോ, താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖല എന്താണോ അതിൽ വീണ്ടും എത്ര കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നമ്മൾ അതിൽ മുന്നോട്ട് വരാനായിട്ട് സാധിക്കും, അത്രയും പെർഫെക്റ്റ് ആകാനായിട്ടും സാധിക്കും. ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കാറുണ്ട്. അതിന് പങ്കെടുക്കുമ്പോൾ എത്രയോ സമയങ്ങൾക്ക് മുന്ന് അതുതന്നെ സ്വപ്നമായി, അതുതന്നെ ഊണിലും ഉറക്കത്തിലും എല്ലാ സമയത്തും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ആ ലക്ഷ്യത്തിൽ നേടാനും ലക്ഷ്യത്തിലെത്തി സ്വർണ്ണ മെഡൽ നേടാൻ 1ാം റാങ്ക് നേടാൻ ഒക്കെ അവർക്ക് സാധിക്കുന്നത്. ഇനി ചില ആളുകൾ കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്ത് നോക്കി അതിന് ഉത്സാഹമില്ലാതായി പിന്നെ അവർ പോകും. ഒരിക്കലങ്ങ് തോറ്റു കഴിഞ്ഞാൽ ഞാൻ ആകെ തോറ്റുപോയി, എനിക്കിന്നെ കൊണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോകും. തോറ്റുപോയാലും നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ പഴയ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ സമയത്ത് അർജിത് സിംഗ് എന്ന് പറയുന്ന പാട്ടുകാരനെ മ്യൂസിക് കമ്പോസറായിരിക്കുന്ന ആ അർജിത് സിംഗിൻ്റെ കഥ നമ്മൾ ഓർമ്മിക്കുകയാണ്. 2005 റിയാലിറ്റി ഷോയിൽ അദ്ദേഹം 5ാമത്തെ റാങ്കിൽ പോലും എത്താൻ പറ്റാതെ വേഗം തന്നെ ഔട്ടായ വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു തോൽവിക്ക് ശേഷവും നിരന്തരം പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് അദ്ദേഹം വളരെ പ്രസിദ്ധനായ സിംഗറാണ്, മ്യൂസിക് കമ്പോസറാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തോറ്റു എന്നുള്ളത് ഒരിക്കലും നമ്മൾ താഴെ പോകാനുള്ള കാരണമല്ല. ഒരു തോൽവി നമ്മുടെ കഴിവ് എവിടെ കുറവുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇനി എത്ര കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമാണ്. കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. പല റിയാലിറ്റി ഷോകളിലും പാടി 1ാം നിരയിലെത്തിയ പലവരെയും ഇന്ന് കാണാനേ ഇല്ല. എന്തായിരിക്കും കാരണം? അവർ എപ്പോഴാണോ പാടി മുൻനിരയിലെത്തി ഞാൻ പെർഫെക്റ്റ് ആയെന്നൊരു ഫീലിംഗ് വരുന്നത്, അഭ്യാസത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നത്, പ്രാക്ടീസ് ചെയ്യാതാകുന്നത്, പിന്നെ അവർക്ക് ആ ഫീൽഡിൽ പോലും പെർഫോം ചെയ്യാൻ സാധിക്കില്ല. എത്ര കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്ര കൂടുതൽ നമ്മളുടെ അവസ്ഥ, നമ്മളുടെ പെർഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കും, നമ്മളുടെ ഹൈറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രാക്ടീസിന് വേണ്ടി ഒരു നിയമമുണ്ട്.
ആ നിയമമാണ് ഏതൊരു വിഷയത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മേഖലയിലാണെങ്കിലും 10,000 മണിക്കൂറെങ്കിലും നിങ്ങളൊരു കാര്യം നിരന്തരം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ പെർഫെക്ഷൻ ആർക്കും അതിജീവിക്കാൻ പറ്റാത്തത്ര ഏറ്റവും ഉയർന്ന പെർഫെക്ഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ചിന്തിച്ചു നോക്കൂ, ഒരു വലിയ പാറക്കെട്ടുമ്പോൾ തന്നെ ഒരു തുള്ളി വെള്ളം 10,000 മണിക്കൂർ നിരന്തരം വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും അവിടെ ഒരു സുഷിര ഉണ്ടാക്കും. അപ്പോൾ ഏതൊരു കാര്യത്തിലും നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്. ആ പ്രാക്ടീസ് നമ്മൾ അത്രയും ഹൈറ്റ്സിലെത്തിക്കും. ഈ 10,000 മണിക്കൂർ റൂൾ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? സപ്പോസ് ഒരു ദിവസം 1 മണിക്കൂറാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു ദിവസം 1 മണിക്കൂർ വീതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒരു മാസം കൊണ്ട് 30 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും. ഒരു വർഷം കൊണ്ട് 360 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 10,000 മണിക്കൂർ നേടണമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 27-28 വർഷം കടന്നു പോകേണ്ടതായിട്ട് വരും. ഇനി ഇതേ പ്രാക്ടീസ് തന്നെ ഒരു ദിവസം നമ്മൾ 3 മണിക്കൂർ സമയം പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കൂ. ഒരു മാസം നമുക്ക് 90 മണിക്കൂർ കിട്ടും. അതേസമയം ഒരു വർഷമാകുമ്പോഴേക്കും 1080 മണിക്കൂർ നമുക്ക് കിട്ടും. അപ്പോൾ 10,000 മണിക്കൂർ ആ വ്യക്തി അച്ചീവ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം 9-10 വർഷ കാലഘട്ടം പ്രയത്നിക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മളുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ദിവസം 6 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിക്കൂ. 6 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വർഷം കൊണ്ട് ആ വ്യക്തിക്ക് 2160 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാനാകും. അപ്പോൾ 10,000 മണിക്കൂർ പ്രാക്ടീസ് എന്നുള്ള ആ ഒരു നിയമം അദ്ദേഹം സാധിച്ചെടുക്കണമെങ്കിൽ ഏകദേശം 4-5 വർഷത്തെ നിരന്തര പ്രാക്ടീസ് കൊണ്ട് അദ്ദേഹത്തിന് നേടാൻ സാധിക്കുന്നതേ ഉള്ളൂ. സപ്പോസ് ഒരു വ്യക്തി 10 മണിക്കൂർ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ 360 മണിക്കൂർ അദ്ദേഹത്തിന് ലഭിക്കും. ഒരു വർഷം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും 3600 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാനാകും. 10,000 മണിക്കൂർ പ്രാക്ടീസ് എന്നുള്ള ആ ഒരു നിയമത്തിലേക്ക് എത്തിച്ചേരാൻ ഏകദേശം 2-3 വർഷം കൊണ്ട് തന്നെ അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തി എത്ര കാലഘട്ടം പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതല്ല, ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹൈ പെർഫോമൻസിലേക്ക്, ഹൈ പെർഫെക്ഷൻ്റെ യാത്രയിലേക്ക് പോകാൻ അയാൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ചില ചെറുപ്പക്കാരൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വലിയ സക്സസ് നേടുന്നു. അവർ രാവും പകലും അവരുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഒരു തപസ് പോലെ അവർ ആ ലക്ഷ്യം നേടിയെടുക്കുന്നു. അതുമാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. എല്ലാ സമയവും അതിനുവേണ്ടി സമയം ചിലവഴിക്കും. അവർ എത്രയും വേഗം അവർ ആ 10,000 മണിക്കൂർ കവർ ചെയ്യുകയും അവർ ആ ഉയർന്ന പെർഫോമൻസിലേക്ക് എത്തുകയും ചെയ്യും. വേറെ ചില ആളുകൾ കുറേ പ്രായമായിട്ടുണ്ടാവും, കുറേ കാലമായിട്ടുണ്ടാവും ഫീൽഡിൽ, പക്ഷേ അവരുടെ കയ്യിൽ പെർഫെക്ഷനേ ഉണ്ടാവില്ല. കാരണം അത്ര കാലം കഴിഞ്ഞാലും അവരിനിയും ആ 10,000 മണിക്കൂർ തപശ്ചര്യ എന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസ് അവരിനിയും സ്വന്തമാക്കിയിട്ടുണ്ടാവില്ല. ചില ഡെപ്പോസിറ്റ്, നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഡെപ്പോസിറ്റൊക്കെ ചെയ്യുമ്പോൾ എത്ര ആദ്യ കാലഘട്ടം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അത്രയും നമുക്ക് അവസാനം നമ്മൾ റിട്ടേൺസ് കിട്ടുന്നതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം കൂടുതലായിരിക്കും കിട്ടുക. ഇതേപോലെ നമ്മൾ എത്ര കൂടുതൽ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ, എത്ര വേഗം ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അത്രയും കൂടുതൽ പ്രാക്ടീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് റിട്ടേൺസും നമുക്ക് വേഗം പെർഫെക്ഷൻ്റെ ആ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ എന്നും പുതിയ പുതിയ പ്രാക്ടീസ് പുതിയ പുതിയ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരിക്കലും നമുക്ക് പെർഫെക്ഷനായി എന്നൊരു വിചാരം വന്നാൽ പുതുമ വരുന്നൊന്നും സ്വന്തമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അത്യുന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയൊരു പവറാണ്. ആ പവറിനെ ഒരിക്കലും മടി കൂടാതെ നിരന്തരം ഉത്സാഹഭരിതരായി ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ മേഖല എന്താണോ അതിനെ കണ്ടുപിടിക്കും, അതിലെല്ലാ ലെവലിലും മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യും, എല്ലാ തലത്തിലും പ്രാക്ടീസ് ചെയ്യും, നിരന്തരം പ്രാക്ടീസ് ചെയ്യും, സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ചെയ്യുമ്പോഴാണ് അതിനെ പൂർണ്ണമായി നമുക്കതിൻ്റെ പ്രാവീണ്യം കൈവരിച്ചുകൊണ്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുക. ഇത് പറയുമ്പോൾ 1920 നടന്ന ഒരു ചെറിയ കോമ്പറ്റീഷനെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. ചാർലി ചാപ്ലിൻ ലുക്ക് ലൈക്ക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിരുന്നു വിദേശത്ത്. ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ചാർലി ചാപ്ലിനെ പോലെ ഉള്ള ആളുകൾ, അങ്ങനെയുള്ള കുറേ ആളുകളുടെ അതിൽ ഏറ്റവും ചാർലി ചാപ്ലിൻ്റെ അവസ്ഥയിലേക്ക് നിൽക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ്റെ മെത്തേഡ്. അതിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു. അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ചാർലി ചാപ്ലിനും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ലുക്ക് ലൈക്കിൽ വെച്ചിരുന്നതിൽ ഏറ്റവും പെർഫെക്റ്റായി വന്ന ആളുകളിൽ 3 റാങ്കേ ചാർലി ചാപ്ലിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തുന്നതിൽ
1ഉം 2ഉം റാങ്കുകൾ ചാർലി ചാപ്ലിൻ്റെ ലുക്ക് ലൈക്കിന് സാമ്യമായി വേറെ ആളുകളും വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഡേ ബൈ ഡേ മാറിക്കൊണ്ടേയിരിക്കും. എത്ര കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ നമ്മുടെ ബെറ്ററായി നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കും എന്നല്ലാതെ പെർഫെക്റ്റായി നമുക്ക് മാറി എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളും ഈ പ്രാക്ടീസ് എന്നുള്ള ഇതിൻ്റെ പവറിനെ മനസ്സിലാക്കിക്കൊണ്ട് ദിവസവും അവനവൻ്റെ മേഖലയിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ പ്രാവീണ്യം നേടി വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.